കോട്ടയം മലമുകളിലാണ് അസാധാരണമായിട്ടുള്ള കാഴ്ചകൾ കണ്ടത്. ബി.ജെ.പി. പ്രവർത്തകരും അതുപോലെ തന്നെ നാട്ടുകാരും ഏറ്റുമുട്ടുകയായിരുന്നു എന്നുള്ളതാണ് പ്രാഥമിക ഘട്ടത്തിൽ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. അതിൽ പോലീസുകാരന്റെ തല പൊട്ടി ചോരയൊലിക്കുന്ന ദൃശ്യങ്ങളടക്കം കണ്ടു. അതിൽ നേരത്തെ ബി.ജെ.പിയുടെ ഒരു ഭാഗം എന്ന് പറയുന്നത് അതിൽ ബി.ജെ.പി. പ്രവർത്തകയ്ക്ക് നേരെ ഒരു നഗ്നതാ പ്രദർശനം ഉണ്ടാകുന്നു. അതിന് പിന്നാലെയുള്ള ഒരു പ്രതികരണമായാണ് ബി.ജെ.പി. പ്രവർത്തകർ എത്തിയത്. അങ്ങനെ CPM-ഉം കോൺഗ്രസും സംഘടിതമായി ബി.ജെ.പി. പ്രവർത്തകരെ ആക്രമിച്ചു എന്നുള്ളതാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ അക്രമത്തിന് അല്ലെങ്കിൽ സംഘർഷത്തിന് തുടക്കം കുറിച്ച സ്ഥലത്താണ്. ഇവിടെ ഒരു അതിർത്തി പ്രശ്നമാണ് ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ ഇവിടെ നിന്ന് നാട്ടുകാർ പറയുന്നത്. അങ്ങനെ നാട്ടുകാരും ബി.ജെ.പി. പ്രവർത്തകരും പിന്നീട് ഒരു സംഘർഷ സാഹചര്യത്തിലേക്ക് എത്തി എന്നുള്ളതാണ്. ഇപ്പോൾ കൗൺസിലർ ചേരുന്നുണ്ട്. ചേട്ടാ, എന്താ ഉണ്ടായത്? ആക്ച്വലി ഞാൻ ഉച്ചയായപ്പോഴാണ് ഈ കാര്യം അറിയുന്നത്. അപ്പോൾ ആദ്യം ഇത് ബി.ജെ.പിയും CPM-ഉം തമ്മിൽ അങ്ങനെ എന്തെങ്കിലും ഒന്നുമല്ല. അത് ഇയാളും ഈ ബിനു എന്ന് പറഞ്ഞ ആളും കൂടെ അടുത്തടുത്തുള്ള വീട്ടുകാരാണ്. അപ്പോൾ അവർ പണ്ട് തൊട്ടേ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കമാണ്, അവർ ബന്ധുക്കളുമാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇയാൾക്കെതിരെ ഒരു കള്ളപ്പരാതി സ്റ്റേഷനിൽ കൊടുക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് സ്റ്റേഷനിൽ രാവിലെ 10:00 വിളിച്ചു. അപ്പോൾ ഇദ്ദേഹം ഒരു 11:00 സ്റ്റേഷനിൽ എത്തുകയും അപ്പോൾ ബിനു അവർ വരാത്തത് കൊണ്ട് ഇദ്ദേഹത്തെ പറഞ്ഞു വിട്ടു. വൈകുന്നേരം വിളിക്കാമെന്ന് പറഞ്ഞു വിട്ടു. ആ പറഞ്ഞു വിട്ട് വരുന്ന വഴിക്കാണ് ഈ ബിനു എന്ന് പറയുന്നത് ഇവിടുത്തെ BJP ഒരു പ്രവർത്തകനാണ്. അപ്പോൾ അദ്ദേഹം വിളിച്ചു വരുത്തി ഈ പ്രദേശത്ത് പോലും ഇല്ലാത്ത ഒരു 8ഓളം RSS പ്രവർത്തകരാണ് കൃത്യമായിട്ട് കുറച്ച് അപ്പുറത്ത് വെച്ച് വളഞ്ഞു നിന്ന് അടിക്കുകയും എല്ലാം. രാഷ്ട്രീയ സംഘർഷമാണ്? അല്ലല്ല, ഒരിക്കലും രാഷ്ട്രീയ സംഘർഷമില്ല. ഇദ്ദേഹം എന്ന് പറഞ്ഞാൽ വേറെ ഒരു പാർട്ടി പ്രവർത്തനം ഒന്നുമല്ല. പക്ഷെ അവര് വന്നതെല്ലാം രാഷ്ട്രീയ പ്രവർത്തകരാണ്, RSSകാരാണ് അവർ വന്നത്. പോലീസുകാരന്റെ തലപൊട്ടി ചോരയൊലിക്കുന്നൊക്കെ കണ്ടോ? അത് എങ്ങനെയായിരുന്നു? അത് അവര് അവിടെ കിടന്ന കല്ലുകളും കമ്പുകളും വാരി ഈ നാട്ടുകാരെ വലിയ രീതിയിൽ ആക്രമിക്കുകയായിരുന്നു. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അവർ എറിഞ്ഞതിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ CIയുടെ തല പൊട്ടിയത്. യുവാവിനെ മർദ്ദിച്ചത് BJP പ്രവർത്തകരാണ്. അതെ 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 അതെ. ഇത് രാഷ്ട്രീയ ഇതല്ല, പക്ഷെ ഇത് സംഭവിച്ചത് ഇത് വ്യക്തിപരമായിട്ടുള്ള കാര്യമായിരുന്നു. നമ്മളെ ഫാമിലി സംബന്ധിച്ച കാര്യമായിരുന്നു. ഒരു മരത്തിന്റെ പ്രശ്നമായിരുന്നു. അതിപ്പോ നാട്ടുകാരെ എല്ലാം ഇടപെട്ട് ആ ഒരു ഇതിനാണ് ഇപ്പോൾ പോയത്. അതായത് ഈ പുള്ളി BJP പ്രവർത്തകനാണ്. അപ്പോഴേ ഈ പുള്ളിക്കാരന് BJP ആയിട്ട് നല്ല ഒരു ഇതായിരുന്നു. ഇതിങ്ങനെയോ വലിയൊരു സംഘർഷത്തിന്റെ ദൃശ്യങ്ങൾ കണ്ടു. നാട്ടുകാരും BJPക്കാരും കൂടെ ഗ്രൂപ്പായിട്ട്. അതെന്തായിരുന്നു അങ്ങനെ അതിലേക്ക് പോകാനുള്ള കാരണം? അത് എന്റെ ഭാഗത്ത് വേറെ തെറ്റില്ലാത്തതുകൊണ്ട് നാട്ടുകാരെല്ലാം കൂടി ഒരുമിച്ച് കൂടിയതാണ്. പുള്ളി എന്ന് പറഞ്ഞാൽ ഒരു 1.5 വർഷം മുന്നേ ആയിട്ട് നമുക്ക് മരത്തിന്റെ ഒരു അതിർത്തിയുടെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോഴത് ആ സമയത്ത് അങ്ങ് കളഞ്ഞു. നമ്മള് BJPക്കാരനാണ്. ഈ അടിച്ച പുള്ളി എന്ന് പറഞ്ഞാൽ ബിനു BJPക്കാരനാണ്. എന്റേതാ ഇവിടെയാണ് അടിച്ചിട്ടുള്ളത്. ഇവിടെ അടിച്ചു, ശരീരം ഫുൾ അടിയാണ്. അപ്പോൾ ഞാൻ ഇന്ന് ഇവിടെ ഹോസ്പിറ്റലിൽ പോയിട്ട് വന്ന് നല്ല താമസിച്ചു. പിന്നെ നാളെ എനിക്ക് അങ്ങോട്ട് പോകണം. BJP ഇപ്പോൾ മണ്ഡലം പ്രസിഡന്റ് അടക്കം പറയുന്നത് ഇവിടെ നിന്ന് ഒരാൾ നഗ്നതാ പ്രദർശനം നടത്തി BJP പ്രവർത്തകയ്ക്ക് നേരെ, അങ്ങനെ കേസ് കൊടുക്കാൻ പോയി. അങ്ങനെ ഒരു പെണ്ണിന്റെ പേര് കൊടുക്കുമ്പോൾ അങ്ങനെയല്ലേ കൊടുക്കാൻ പറ്റൂ? ഒരു ലേഡിയുടെ പേരിലാവുമ്പോൾ അങ്ങനെയല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ? അവര് എന്നും ഇതുപോലുള്ള കള്ളത്തരങ്ങൾ ചെയ്തുകൊണ്ടാണ് ഇവിടെ കയറി ഓരോരുത്തരെ മർദ്ദിക്കുന്നത്. അതായത് ഇത് ആദ്യത്തെ CPM കോൺഗ്രസ് പ്രവർത്തകർ സംഘടിതമായിട്ടാണോ ഇതിനെ നേരിട്ട്? CPM അങ്ങനെയല്ല, ഇവിടുത്തെ ജനങ്ങളാണ്. ഞങ്ങളെല്ലാം ഇതിൽ രാഷ്ട്രീയമൊന്നുമില്ല. CPMകാരുണ്ട്, കോൺഗ്രസ്സുകാരുണ്ട്, എല്ലാവരും BJPയിലുള്ള ആൾക്കാരും ഉണ്ട്, BJPയിലുള്ള ആളുമുണ്ട്. മൂന്നാമത്തെ പ്രാവശ്യമാണ് ഈ ഒരു പ്രദേശത്ത് കയറി RSSകാരെ ആക്രമിക്കുന്നത്. ദളിത് യുവതിയെ രാത്രിയിൽ നമ്മളെ ഇവിടെ ഉള്ള പ്രവർത്തകർ. സുഹൈൽ, ഇതിലൊരു രാഷ്ട്രീയ സംഘർഷമല്ല എന്നുള്ളതാണ് ഇവിടെ നിന്ന് നാട്ടുകാർ പറയുന്നത്. ഇതിൽ ഈ മലമുകളിലെ ഒരു യുവാവിനെ BJP പ്രവർത്തകൻ മർദ്ദിക്കുന്നു. അത് ചോദ്യം ചെയ്തതാണ് ഇത്തരമൊരു പ്രശ്നത്തിലേക്ക് എത്തിയത്. അതിൽ 2 വശമാണ് നമ്മൾ കേട്ടത്. BJP പ്രവർത്തകർ പറയുന്നത് ഇതിൽ യുവാവ് BJP പ്രവർത്തകയ്ക്ക് നേരെ നഗ്നതാ പ്രദർശനം നടത്തി, അത് ചോദ്യം ചെയ്യാനാണ് BJP പ്രവർത്തകർ എത്തിയത് എന്നുള്ളതാണ്. പക്ഷേ ഇവിടുത്തെ നാട്ടുകാർ അത് നിഷേധിക്കുന്നുണ്ട്. അത് കള്ളപ്പരാതിയാണ്. അതുപോലെ തന്നെ ഒരു വ്യക്തിപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, അതുപോലെ അതിർത്തി തർക്കങ്ങളും മറ്റുമാണ് ഉണ്ടായത്. അതാണ് പിന്നീട് ഒരു വലിയ സംഘർഷത്തിലേക്ക് നീങ്ങിയത്. അത് നാട്ടുകാരും അതുപോലെ തന്നെ BJP പ്രവർത്തകരും 2 ഗ്രൂപ്പായിട്ടാണ്, 2 സംഘമായി ചേർന്നാണ് 6 മണി മുതൽ ഇവിടെ ഒരു സംഘർഷം ഉണ്ടായത്. പിന്നീട് പോലീസ് ഇടപെട്ട് ഇപ്പോൾ ഈ സംഘർഷ സാഹചര്യത്തിൽ ഒരു അയവ് വന്നിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.